ജീവിതത്തിൽ നമ്മൾ അറിവുകൾ സമ്പാദിക്കുന്നത് രണ്ട് മൂന്ന് രീതിയിലാണ്. പാഠപുസ്തകങ്ങളിലൂടെ കുറച്ച് അറിവുകൾ കിട്ടും, അനുഭവങ്ങളിലൂടെ ചില അറിവുകൾ കിട്ടും. പക്ഷേ എല്ലാത്തരം അനുഭവങ്ങളും നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് പ്രായോഗികമല്ല, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത്, വിദ്യാർത്ഥികാലത്ത്. അപ്പോൾ ജീവിതം ജീവിച്ചു തീർത്ത മഹാന്മാരായ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. അതിൽ ചിലതൊക്കെ അനുഭവ കഥകളാണെങ്കിൽ ചിലതൊക്കെ സാങ്കല്പികമായി എഴുതപ്പെട്ട സാഹിത്യകൃതികളായിരിക്കും, ചിലതൊക്കെ കവിതകളായിരിക്കും, ചിലതൊക്കെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളായിരിക്കും. അപ്പോൾ ഈ പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള ഇത്തരം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വായനയിലൂടെ നമ്മുടെ തലച്ചോറിന് നമ്മൾ ഒരു വ്യായാമം നൽകുകയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു സവിശേഷതയുണ്ട്, അവരൊരു വിഷ്വൽ ജനറേഷനാണ്. എല്ലാം വീഡിയോസിലൂടെ കണ്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വീഡിയോസിലൂടെ കാണുമ്പോൾ നമ്മുടെ ഭാവനയ്ക്കോ സങ്കല്പത്തിനോ പിന്നെ സാധ്യതകളൊന്നുമില്ല. കാരണം അത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ മുൻപിൽ തന്നെ വ്യക്തമാണ്. എന്നാൽ നമ്മളൊരു നോവൽ വായിക്കുന്നു, ഒരു ചെറുകഥ വായിക്കുന്നു, അതിന് ദൃശ്യരൂപമില്ല, അതിൽ രേഖീയമായി ലിഖിതമായ രൂപമേ ഉള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ച് ആ കഥാപാത്രങ്ങൾക്ക് നമുക്ക് രൂപം കൊടുക്കാം. ഒരു വ്യക്തിയുടെ ആത്മകഥ വായിക്കുമ്പോൾ പോലും അതിൽ പറയുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള രൂപങ്ങൾ നൽകാം. അത് നമ്മുടെ തലച്ചോറിനെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിവരങ്ങൾ കിട്ടാൻ ഒരുപക്ഷെ വീഡിയോകൾ കണ്ടാലും സാധിക്കും, പക്ഷെ നമ്മുടെ തലച്ചോറിനെ പൂർണ്ണമായ തോതിൽ ഉത്തേജിപ്പിക്കാൻ വായന തന്നെയായിരിക്കും ഏറ്റവും നല്ല ഒരു മാർഗം. ഇപ്പോൾ അടുത്ത കാലത്ത് ലാൻസെറ്റ് കമ്മീഷൻ റിപ്പോർട്ട്, നമ്മുടെ മറവി രോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ലാൻസെറ്റ് എന്ന പ്രശസ്തമായ അന്താരാഷ്ട്ര ഗവേഷണ ജേണൽ ഒരു റിപ്പോർട്ട് 2024 പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ കുട്ടിക്കാലത്തെ വായനയുടെ കുറവ് ഭാവിയിൽ മറവി രോഗമുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറവി രോഗം വരാൻ വേണ്ടി 60 വയസ്സിന് ശേഷമല്ല പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടത്, ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തിലേ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് പരമാവധി വായിക്കുക എന്നുള്ളത്. അത് പത്രങ്ങളാകാം, പുസ്തകങ്ങളാകാം, മറ്റ് വൈജ്ഞാനിക സാഹിത്യമാകാം. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ആധികാരികമായി കിട്ടുന്നോ ആ ആധികാരികമായ സ്രോതസ്സുകൾ പുസ്തകങ്ങളുടെ രൂപത്തിൽ തന്നെ. അത് പലരും ചോദിക്കാറുണ്ട്, സോഫ്റ്റ് കോപ്പി ഞങ്ങൾ വായിക്കാറുണ്ട്. പക്ഷേ ഈ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് ഡിജിറ്റൽ ഉപയോഗം തന്നെയാണ്. അതൊരു പരിധിയിൽ കൂടുതലായാൽ അത് തലച്ചോറിന് നല്ലതല്ല. അതുകൊണ്ട് ഈ എഴുതപ്പെട്ട പുസ്തകങ്ങൾ തന്നെ, പ്രിൻ്റഡ് ആയിട്ടുള്ള സംഗതികൾ തന്നെ കഴിയുന്നത്ര വായിക്കാനായിട്ട് സമയം ചെലവഴിക്കുക. ആ വായനയിലൂടെ നമുക്കുണ്ടാകാത്ത തരത്തിലുള്ള അനുഭവ പരിസരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നമ്മുടെ തലച്ചോറിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും, കൂടുതൽ അറിവ് സമ്പാദിക്കാൻ സാധിക്കും. നാളെ ഒരു കാലത്ത് എവിടെയെങ്കിലും ഒരു വേദിയിൽ പോയി ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ വളരെ പ്രയോജനം ചെയ്യും. നാളെ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ആ മത്സര പരീക്ഷയ്ക്കുള്ള പഠനത്തിന് അപ്പുറത്ത് നമ്മുടെ പഴയകാലത്തെ ഈ വായന ഒരുപാട് ഗുണം ചെയ്യും. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ തലച്ചോറിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം വികസിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് വായന. വായനയ്ക്ക് വേണ്ടി കൂടെ കുറച്ച് സമയം ചെലവിടാൻ നമ്മൾ തയ്യാറാകണം. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഈ എക്സ്ട്രാ വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. സമയം കിട്ടുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 3 മണിക്കൂർ നേരം നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രാ വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. തീർച്ചയായിട്ടും അത് ഏറ്റവും ഗുണകരമായ കാര്യമായിരിക്കുമെന്ന് സംശയമില്ല.